ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസിലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മട വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക S. നായർ. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി R. രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു.
തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവെച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൗകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 വരെ മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 അംഗ സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.